ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു വീഡിയോ എടുക്കുന്നതാണ്. അമ്പാടിയും ദേവൂട്ടിയും പല്ല് തേക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഒരാളിതാ ഒളിച്ച് കളിക്കലാന്ന്, ഷർട്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ച് കളിക്കല. ഞാനത് പക്ഷേ കരിയാക്കാണ്ട് എൻ്റെ വീഡിയോ തന്നെ എടുത്തോ മറിഞ്ഞ് കുറേ നിന്ന്. പിന്നെ ദേവൂട്ടി ഇതാ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാവത്തിൽ പല്ല് തേക്കല, പക്ഷെങ്കിൽ എല്ലാം അറിയാം. അങ്ങനെ പല്ലും തേച്ചിട്ട് അമ്പാടി അട തിന്നലാന്ന്. അപ്പം ഞാൻ ഉപ്മാവാന്ന് ആക്കിയത്, അതുകൊണ്ട് ഓന് ഉപ്മാവ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അട തിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അട ഉണ്ടേനും അത് എടുത്ത് തിന്നാന്ന്. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ ഗോതമ്പ് റവേൻ്റെ ഉപ്മാവാണ് ആക്കുന്നത്. അപ്പോൾ ദേവൂട്ടിക്ക് ഇഷ്ടമാണ് ഗോതമ്പ് റവ, അമ്പാടിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, എന്നാലും തിന്നുന്നു മാത്രം. അപ്പം ഞാൻ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ വെള്ളം ഉപ്പ് ഇട്ടിട്ടുണ്ടേ, അതെല്ലാം വെള്ളം തിളക്കുമ്പോൾ നമ്മൾ റവ എടുത്തിടുക. എല്ലാവരും ആക്കുന്നതായിരിക്കൂലേ, ഞാൻ ആക്കിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒരു 5-10 മിനിറ്റ് വേണ്ട, അപ്പോഴേക്ക് വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അന്നേരം ഒന്നും കൂടെ ഇളക്കി ഇട്ടിട്ട് നമ്മൾ തേങ്ങ ഇടുന്നുണ്ടെങ്കിൽ തേങ്ങ ഇടാം, തേങ്ങ ഇടാത്തവർ തേങ്ങ ഇടണ്ട. ചിലരൊന്നും തേങ്ങ ഇടൂല ഇതിൽ, പക്ഷെ നമ്മൾ തേങ്ങ ഇടുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെക്കുക, മൂടി വെക്കുക. അപ്പോഴേക്കും നമ്മുടെ ഉപ്മാവ് റെഡിയായി. ഭക്ഷണം കഴിക്കാൻ, രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ രണ്ടാൾക്കും ഭയങ്കര മടിയാണ്. അപ്പോൾ എങ്ങനെയല്ലോ പുറകെ നടന്ന് വാരിക്കൊടുത്തിട്ടെല്ലാം കുറച്ച് തിന്നിനെ. അപ്പോൾ രണ്ടാൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുന്നതാണ്. രാവിലത്തെ ആ ഒരു തിരക്കെല്ലാം കഴിഞ്ഞ് അപ്പോൾ അമ്പാടി മതിയാക്കിയിട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുറ്റത്തുനിന്ന് വായ കഴുകണേന്ന് വിളിച്ച് പറയലാന്ന്. അപ്പോൾ എന്താ പുറകെ തന്നെ ദേവൂട്ടിയും സമയമായമ്മേ മതിയെന്ന് പറഞ്ഞിട്ട് ഓടും പോകുന്നതാണ്. അപ്പോൾ രണ്ടാളും വായെല്ലാം കഴുകിയിട്ട് പോകുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് കൈ ഒന്ന് തോർത്താനൊന്ന് ആ ടവല് ചോദിച്ചതിന് അമ്പാടി കൊടുക്കൂല. രണ്ടാളും അങ്ങനെ അവനവൻ്റെ സാധനം ഞാൻ തരില്ല, നീ വേണേൽ വേറെ എടുത്തോന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദേവൂട്ടിക്ക് ഞാൻ എല്ലാം തോർത്താൻ കൊടുത്ത് രണ്ടാളും ടാറ്റ പറഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നതാണ്. ദേവൂട്ടിക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ്, അങ്ങ് എത്തുന്നവരെ തിരിഞ്ഞ് നോക്കി ടാറ്റ പറഞ്ഞോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കണം. അതുപോലെ വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്നുണ്ട് ഒരു ടാറ്റ പറിച്ചൽ. അപ്പോൾ അതെല്ലാം അവിടെ തന്നെ നിൽക്കണേന്ന് പറയും. അപ്പം അത് ടാറ്റ പറഞ്ഞിട്ടേ ഓള് പോകും. അപ്പോൾ അവരെ വിട്ട് അങ്ങനെ അവരെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ചായ കുടിയെല്ലാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ അടുക്കള പണി വൃത്തിയാക്കലും തിരക്ക് അല്ലേ കുറച്ച്. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലേ നമുക്ക് നമ്മളെ പണി തുടങ്ങാൻ പറ്റും. അപ്പോൾ കുറച്ച് അടിച്ച് വാരാനെല്ലാം ഉണ്ടേനും. അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഇതെല്ലാം പേപ്പറും അതും ഇതെല്ലാം പിള്ളേർ അടയുടെ എല്ലാം വെച്ച ബുക്ക് അതെല്ലാം എടുത്ത് അടുക്കിപ്പുറക്കി വെച്ചിട്ട് ഞാനൊന്ന് വീട് വൃത്തിയാക്കലാന്ന്. എത്ര തട്ടിയാലും പോകാത്തൊരു സാധനമാണ് ഇത്, വണ്ണാമ്പല. വണ്ണാമ്പല എന്ന് നമ്മൾ പറയേ, സാധാരണ എന്താ പറയുക, മാറാല അല്ലേ, മാറാല, ചുക്കിരി വല അങ്ങനെയല്ലേ പറയാം. നമ്മളെ അങ്ങോട്ടല്ലോ ചുക്കിരി വല അങ്ങനെയാണ് പറയുക. ഇവിടെ വന്നതിന് ശേഷം ഇവിടെയാണ്, ഈ നാട്ടിലാണ് വണ്ണാമ്പല എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞു പോയതാണ്. അപ്പോൾ അതെല്ലാം തട്ടിയിട്ട് ഒന്ന് ക്ലീനാക്കി ഇടുന്നതാണ്. അടിച്ച് വാരി ഇടലെല്ലാം കഴിഞ്ഞ് നമ്മൾ മെല്ലെ അടുക്കളയിലോട്ട് കയറി. അപ്പോൾ ഇന്ന് സാമ്പാറാക്കാമെന്ന് വിചാരിച്ച് കുറേ പച്ചക്കറികളെല്ലാം ഉണ്ട്. പച്ചക്കറികളെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടും കാര്യമൊന്നുമില്ല, വേഗം കേടായി പോകുന്നുണ്ട്. ക്യാരറ്റെല്ലാം 2 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു കറുത്ത കുത്ത് വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അന്നേരം വേഗം എടുത്ത് തീർത്തോളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് സാമ്പാറാക്കാം. അങ്ങനെ സാമ്പാറാക്കേണ്ട തത്രപ്പാടിലാണ്. ബീട്രൂട്ട് ചെത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ കൈക്ക് നല്ല ചുവന്ന കളറ് വന്നേരം ചെറിയൊരു ഐഡിയ തോന്നി. ഐഡിയ എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം ഐഡിയ അല്ല, സ്വതവേ ഉള്ളൊരു ഐഡിയ. എന്നാൽ ചുണ്ടൊന്ന് മിനിക്കിയാലോ എന്ന്. ലിപ്സ്റ്റിക്ക് സ്വതവേ ഇടാത്ത ഞാൻ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്നത് ഇഷ്ടവും അല്ല. ദേവൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഇടാൻ വിടില്ല. എന്നാലും ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കളയാന്ന്. അങ്ങനെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് എടുത്ത് ചുണ്ടത്ത് തേച്ച് പിടിപ്പിച്ചിട്ടൊന്നും വലിയ കളറൊന്നും വന്നിട്ടില്ല, പക്ഷേ എങ്കിൽ കൈക്ക് നല്ല കളർ വരുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് കത്തിയും കൊണ്ട് കുറച്ച് ഇതാക്കി അതിൻ്റെ നീരൊന്ന് വരുത്തിയിട്ട് ഒന്നും കൂടെ നല്ലോണം തേച്ചാൽ കുറച്ചൊരു കളർ വന്ന്.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയണ്ടേ, നല്ല ഇപ്പം നല്ല കളർ വന്നില്ലേ അല്ലേ, പരസ്യത്തിന് നിൽക്കാം, ബ്യൂട്ടി ടിപ്പ്. അപ്പോൾ ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെയാണ് ഈ അടുക്കളപ്പണീൻ്റെ ഇടയ്ക്ക് ഓരോന്നിങ്ങനെ കാണും, അതിൻ്റെ പുറകെ പോവും. അപ്പോൾ നമ്മൾ സാമ്പാർ മുറിക്കൽ മുരിങ്ങക്കായ് എടുത്ത് മുറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മുരിങ്ങക്കായൻ്റെ തോല് പണ്ടെല്ലാം ഞാനിങ്ങനെ ഓരോ ഇങ്ങനെ നാരിങ്ങനെ വലിച്ച് കളയൂലേ, അങ്ങനെയാണ് കളയൽ. പിന്നെ എനിക്ക് തോന്നി നമ്മൾ ഇതിൻ്റെ തോല് തിന്നുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഈ നാര് വലിച്ച് കളയുന്നത്. അപ്പം മേലത്തെ ആ ഒരു നല്ല കട്ടിയുള്ള ഭാഗം ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് മുറിച്ചിടലായി. അപ്പോൾ കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കുന്നതിന് മുമ്പ് വൃത്തിക്കൊന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ഞാൻ കുറച്ച് പുതിർക്കാൻ വെച്ചത്, എന്നാൽ വേഗം വെന്ത് കിട്ടുമല്ലോ, അതുകൊണ്ട് അപ്പോൾ ആ പരിപ്പ് കഴുകിയിട്ട് കഷ്ണങ്ങളെല്ലാം ഇട്ട് വെണ്ടക്കയും മുരിങ്ങക്കായും നമ്മൾ പിന്നെ ഫസ്റ്റ് ഇടൂലല്ലോ, അതങ്ങ് മാറ്റി വെച്ച് പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, ഇത്രയും പൊടികളിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുന്നതാണ്. കുക്കറിൽ ഒരു 2 വിസിൽ അത്രയും അടിക്കും. അപ്പോൾ 2 വിസിലടിച്ച് നമ്മൾ സാമ്പാർ ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ വാങ്ങി വെച്ചിട്ട് നമ്മളെ മുരിങ്ങക്കായും വെണ്ടക്കയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ അത് ഒരു വിസിൽ വരില്ല കേട്ടോ. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ വെണ്ടക്ക നല്ലോണം അടിഞ്ഞു പോകും. അതിന് മുമ്പേ ഇങ്ങെടുക്കും. പിന്നെ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളെ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇത് ഞാൻ വറുത്തരക്കാണ്ട് വെക്കുന്ന സാമ്പാറാണ്, അതാദ്യം പറയാൻ വിട്ടുപോയി. വറുത്തരക്കാണ്ട് ഈ പൊടി മാത്രം ഇട്ടിട്ട് പൊടിയെല്ലാം ഇട്ടിട്ട് മസാല എല്ലാം ഇട്ടിട്ട് വെക്കൂലേ, അങ്ങനത്തെ സാമ്പാറാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവളെന്തിനാ ഈ സാമ്പാർ വെക്കുന്ന ഇങ്ങനെ പറയുന്നത്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നവരോട് ഞാനതിങ്ങനെ വെച്ച് വീഡിയോ കാണിക്കുമ്പോൾ ഒന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ റെസിപ്പി ആയിരിക്കില്ലല്ലോ നിങ്ങളെ റെസിപ്പി, അപ്പം ഞാൻ വെച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടേ ഉള്ളേ. അപ്പോൾ നമ്മൾ സാമ്പാറായി അതിന് കടുക് വറുത്തിടുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ വറ്റൽ മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉലുവ പൊടിച്ചിട്ടുകൊണ്ട് ഇതിലേക്ക് ഇടുന്നില്ല, അല്ലെങ്കിൽ ഉലുവ അതിലേക്ക് ഇടുകയോ ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് സാമ്പാർ പൊടിയും കൂടി അതിൻ്റെ അകത്തേക്ക് ചൂടാക്കി ഇടുന്നുണ്ട്. അത് നല്ലൊരു സ്മെല്ല് കിട്ടും സാമ്പാറിന്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഒരു ഓംലേറ്റ് ആക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ ശ്രീയണ്ണാണ് അതിൻ്റെ പരിപാടി, ഓംലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓംലേറ്റും കൂട്ടി സാമ്പാറും ഓംലേറ്റും കൂട്ടിയിട്ട് ചോറ് തിന്നാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് വലിയൊരു വീഡിയോ ഒന്നുമല്ല. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.